بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. يا رب واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم. मरख चरख नबूवत पे रोशन दुरूद, गुले बाग़े रिसालत पे लाखों सलाम. അത്യാദരണീയരായ സാദാത്തുക്കൾ, ശ്രേഷ്ഠരായ ഉസ്താദുമാർ, ഈ സ്നേഹപ്രപഞ്ചത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന മുഹിബ്ബുകളായ ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാർ, സഹോദരന്മാർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ എത്രമേൽ സ്തുതിച്ചാലും മതിയാകാത്ത വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ പുനർസംഗമത്തിലാണ് നാം ഉള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം നമുക്ക് ആരാണെന്നതിൻ്റെ സുപ്രധാനമായ ഒരു ഭാഗം ആദരണീയരായ സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും നിരവധി പണ്ഡിതന്മാരുടെ ഗുരുവര്യരും എല്ലാമായ ഇസുദ്ദീൻ ഉസ്താദ് അവറുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ പറയാനും കേൾക്കാനും എല്ലാ വർഷവും ഇവിടെ ഒരുക്കുന്ന മഹത്തായ മൗലിദിൻ്റെ പ്രകീർത്തനത്തിൻ്റെ, പ്രഭാഷണത്തിൻ്റെ, പ്രഘോഷണത്തിൻ്റെ അനുഗ്രഹീതമായ 18ാം വർഷത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്കതിനുള്ള ആയുസ്സു നൽകി, അതിനുള്ള അവസരം നൽകി, അതിനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കിത്തന്നു. കോവിഡ് കാലത്ത് പോലും മുറിയാതെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ പരമ്പര മുന്നോട്ട് ഗമിക്കാൻ ഔദാര്യവാനായ അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ പേരക്കുട്ടിയായ കൊച്ചുതങ്ങളുപ്പാപ്പയുടെ ചാരത്ത് ഇങ്ങനെ ഒരു സംഗമത്തിന് സാഹചര്യം നൽകി. പക്ഷേ കുറേ മുഖങ്ങൾ സദസ്സിൽ നിന്ന് മാറിയിരിക്കുന്നു. ഈ 18 വർഷവും ഈ സദസ്സിൽ പ്രസന്നമായ മുഖത്തോടെ സാന്നിധ്യമറിയിക്കുന്ന ആളുകൾ
ഉണ്ട്. അള്ളാഹു അവർക്കും നമുക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്നേഹപ്രപഞ്ചത്തെ സ്നേഹിച്ച് ഇതിൽ നിരന്തരമായി സംബന്ധിച്ചിരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പരിസരത്തുള്ള ഖബർസ്ഥാനിൽ, ലോകത്തിൻ്റെ വിവിധ ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും ഖബറിടത്തിൽ ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ മഹത്തായ സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ, സുഗന്ധം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷം വരെ നമ്മോടൊപ്പമുണ്ടായിരുന്ന സ്വാലിഹ് ഹാജി നസ്റുല്ലാ മുസ്ലിയാർ, അങ്ങനെ പേരെടുത്തു പറഞ്ഞാൽ പല ആളുകളുമുണ്ട്. എല്ലാവരെയും ഓർത്തു വെക്കാനും പറയാനും പരിമിതിയുണ്ട്. ഈ സദസ്സിലുള്ള പലരുടെയും ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, ചെറുപ്പക്കാർ, അവരോടെല്ലാമുള്ള കടപ്പാട് ചെറുതല്ല. അവരിവിടെ ഇരുന്നത് ഒരുപക്ഷെ അവർക്ക് പറഞ്ഞതിൽ നിന്ന് പുതിയ ഒരു കാര്യവും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ പറഞ്ഞതിൻ്റെ ഭാഷയും രീതിയും മനസ്സിലായിട്ടുണ്ടാവില്ല. അവരിവിടെ വന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഓർത്തുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടുമാണ്. അതിൻ്റെ സന്തോഷം ഇന്നവർക്ക് അനുഭവിക്കാൻ സൗഭാഗ്യം നൽകണം റഹ്മാനെ. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ നഗരിക്ക് ആധികാരികത നൽകിയ സാദാത്തുക്കൾ, പണ്ഡിതരിൽ വലിയ ഒരു നിര ഇന്ന് നമ്മുടെ ഓർമ്മയാണ്. താജുൽ ഉലമയും സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകളും സയ്യിദ് ഫദൽ ജമലുല്ലൈലി തങ്ങളവറുകളും ഷിറിയ അലിക്കുഞ്ഞുസ്താദ് അവറുകളും മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവറുകളും അങ്ങനെ വലിയ വലിയ ഉന്നത പണ്ഡിതന്മാർ നമ്മുടെ ഈ നാട്ടിൽ ഈ വേദിയിൽ വന്ന് നമ്മുടെ ഈ മൗലിദ് സംഗമത്തിന് ദുആ ചെയ്ത് തന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ആത്മീയമായ സാന്നിധ്യവും അനുഗ്രഹവും ഈ മഹത്തായ സദസ്സിന് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളും ഈ സ്നേഹപ്രപഞ്ചത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ്. നാളെ അല്ലാഹുവിങ്കൽ രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളി ഈ പ്രയാണത്തിലൂടെ, സഞ്ചാരത്തിലൂടെ, ഈ ഉദ്യാനത്തിലെ സംഗമത്തിലൂടെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ മുഅ്മിനീങ്ങളോടും പറയാനുള്ളത്, ഒരാഴ്ച നമുക്ക് മൗലിദിൻ്റെ മജ്ലിസാണ് ഇവിടെ. എല്ലാ തിരക്കുകളും ക്രമീകരിച്ച് ഈ മൗലിദിൻ്റെ മജ്ലിസിൽ നേരത്തെ വരാൻ എല്ലാവരും പരിശ്രമിച്ചാൽ നമ്മളില്ലാത്ത വർഷങ്ങളിലും പ്രഭാഷകനും അനുവാചകരും മാറിയാലും ഈ പ്രപഞ്ചം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കണം. അന്ത്യനാൾ വരെ ഈ സ്നേഹപ്രഭാഷണത്തിൻ്റെ പരമ്പര അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്കുള്ള സമ്മാനമായി, അവിടുത്തോടുള്ള ആദരണീയ ബന്ധമായി തുടർന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ എല്ലാം ഒരു വാർഷിക സന്തോഷം നമ്മുടെ ഖബറിലേക്ക് ലഭിക്കണം. അള്ളാഹു ആ വിധത്തിൽ നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരട്ടെ. പ്രായാധിക്യമോ രോഗമോ കൊണ്ട് ഈ മജ്ലിസിൽ ഇന്ന് ഹാജരാവാൻ കഴിയാത്ത, ഇതിൽ സ്ഥിരമായി സംബന്ധിക്കുന്നവരുണ്ടാകാം. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകട്ടെ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനമാണ്.
ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ അങ്ങ് ഓഷ്യാന രാജ്യമായ ഫിജിയിലായിരുന്നു 2 ആഴ്ചയോളം ഉണ്ടായിരുന്നത്. 1 മില്യണിൽ താഴെ ജനസംഖ്യയെ ആ ദ്വീപിലുള്ളൂ. അതിൽ 60% ക്രൈസ്തവ സഹോദരങ്ങളാണ്, 27% ഹൈന്ദവ സഹോദരങ്ങളാണ്, 6.7% മുസ്ലിം ജനസംഖ്യയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു 60,000-നും 70,000-നും ഇടയിലെ ആ രാജ്യത്ത് ജനങ്ങളുള്ളൂ, മുസ്ലിങ്ങളായ ജനങ്ങളുള്ളൂ. പക്ഷേ അവിടെയും മൗലിദിന്റെ വലിയ ആഘോഷമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടിപ്പുകഴ്ത്തുകയാണ്. അവിടെ പൊതുവായ 3-4 പരിപാടികളെ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓരോ വീട്ടിലും പ്രൗഢമായ മൗലിദിന്റെ മജ്ലിസാണ്. ഓരോ വ്യക്തികളുടെയും വീട്ടിൽ കുടുംബങ്ങളും അയൽവാസികളും കൂടിയുള്ള പ്രൗഢമായ മജ്ലിസ്. അവരുടെ എല്ലാ മജ്ലിസുകളും മജ്ലിസാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലണം. 2 ആഴ്ചക്കാലത്തെ അവിടുത്തെ ജീവിതത്തിനിടയിൽ ഒരു മരണത്തിനും ഒരു കല്യാണ വീട്ടിലും എത്താൻ അവസരമുണ്ടായി. അവിടെയും യാ നബി സലാം അലൈക്കും ചൊല്ലിയാലേ അവരുടെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാവുകയുള്ളൂ. ഖബർസ്ഥാനിൽ ചെന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ യാ നബി സലാം അലൈക്കും എന്നതിൻ്റെ 4 വരി ചൊല്ലിയാലേ സിയാറത്ത് പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെ മുഴുവനും ഒരു നബി സ്നേഹത്തിൻ്റെ മയം. മലയാളികളായി 10-ൽ താഴെ ആളുകളെ അവിടെ ഉണ്ടാവൂ. ബാക്കിയെല്ലാം മതഭാഷയായി ഉറുദു സംസാരിക്കുന്നവരാണ്. പിന്നെ അവർ ഇംഗ്ലീഷ് സംസാരിക്കും. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി കുറേ ആളുകളെ അവിടെ ഇട്ടു. അവരുടെ പിൻഗാമികളാണ് ഇന്നവിടെയുള്ള മുസ്ലിമീങ്ങൾ, മറ്റു ജനങ്ങളും. ജനവാസമില്ലാത്ത ഒരു ദ്വീപായിരുന്നു. പറഞ്ഞു വരുന്നത്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ മൗലിദിന്റെ മജ്ലിസുകൾ കുറവാണ്. പാരമ്പര്യമായി ജീവിക്കുന്നതിൽ അവിടെ മലയാളം സംസാരിക്കുന്നവർ 2-3 ആളുകളേ ഉള്ളൂ. അവരുടെ മലയാളം തന്നെ നമുക്ക് വേണ്ട പോലെ വ്യക്തമാവില്ല. പക്ഷേ അവിടെയുള്ള പല ആളുകൾക്കും മലയാളത്തിലുള്ള മുഹീദ്ദീൻമാരെ കാണാതെ അറിയാം. അവർ ഈണത്തിൽ ചൊല്ലുന്നു, അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. പറഞ്ഞു വരുന്നത്, ലോകത്തെവിടെയെല്ലാം വിശ്വാസികളുണ്ടോ അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടുകയും പറയുകയും ചൊല്ലുകയും സന്തോഷിക്കുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും. ഒരു വിശ്വാസിക്ക് കരുതി വെക്കാനുള്ള ഏറ്റവും വലിയ നിധിയാണിത്. നാളത്തേക്ക് പ്രതീക്ഷ വെക്കാനുള്ള ഏറ്റവും വലിയ സ്വത്താണിത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകത്ത് വലിയ സൗഭാഗ്യങ്ങൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ സന്തോഷങ്ങളോടെ ഇവിടെ കൂടുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ഫിലസ്തീനിൽ അവസാന ശ്വാസത്തോട് മല്ലടിക്കുന്നവർ, ഉറ്റവരെല്ലാം കൊല്ലപ്പെടുകയും പ്രതീക്ഷകളെല്ലാം അറ്റുപോവുകയും ചെയ്ത ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ, അല്ലാഹു തആല അവർക്ക് എത്രയും വേഗം മോചനം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് പരലോകത്തേക്ക് യാത്രയായവർക്ക് മുഴുവൻ അല്ലാഹു സ്വർഗീയ വസന്തത്തിലെ ഉന്നത പദവികൾ നൽകി അനുഗ്രഹിക്കട്ടെ. ഏതു വിപൽഘട്ടത്തിലും വിശ്വാസത്തെ മുറുകെ പിടിക്കാനുള്ള അവരുടെ കരുത്ത് നമ്മേവരെയും നാണിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നതാണ്.
അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ അങ്ങനെ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുമായിരുന്നോ എന്ന് ആലോചിക്കേണ്ട സമയമാണിത്. കുഞ്ഞുമോളുടെ ഡയറി കുറിപ്പ് ചാനലുകളിലൂടെ, പൊതുമാധ്യമങ്ങളിലൂടെ കേട്ടവരും അറിഞ്ഞവരുമാണ് നിങ്ങൾ, ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്ന ഈ മജ്ലിസിൽ ഈ ഉമ്മത്തിലെ അംഗങ്ങളായതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ തുടങ്ങാൻ കഴിയില്ല. അല്ലാഹുവേ, അവർക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനെറ്റി അമർത്തി സുജൂദ് ചെയ്ത പവിത്രമായ നമ്മുടെ കഅബ, 2 ഖിബിലകളിൽ ഒരു ഖിബിലയായ ബൈത്തുൽ അഖ്സയെ പരിപൂർണ സ്വതന്ത്രമാക്കി വിശ്വാസി ലോകത്തിന് നൽകണേ അല്ലാ. അതിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ ഇനിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട ദിവസങ്ങളാണ്. അൽഹംദുലില്ലാ, 18 വർഷം മുമ്പ് നമ്മൾ സ്നേഹപ്രപഞ്ചം തുടങ്ങിയത് ഹബീബുനാ വ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുജന്മത്തിൽ നിന്നാണ്. അവിടെ നിന്നുള്ള സഞ്ചാരം ഒരു 10 വർഷം നമ്മൾ തുടർന്നു വന്നു. 11ാമത്തെ വർഷം മുതൽ നമ്മൾ ലോകത്തെ ഏറ്റവും വിശ്രുതമായ നബികീർത്തന കാവ്യം അൽ ബുറുദത്തുൽ മുശറഫയുടെ വരികളിലൂടെയാണ് സഞ്ചരിച്ചത്. അതിൻ്റെ അവസാനത്തെ പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനം ചൊല്ലുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന അറബി കാവ്യം, ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകളല്ല, കോടിക്കണക്കിന് ആളുകൾ ഹൃദിസ്ഥമാക്കുകയും ചൊല്ലി പുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്ന നബികീർത്തന കാവ്യം ബുറുദത്തുൽ മുശറഫയുടെ അവസാന വരികളിലൂടെയാണ് ഇനി നമുക്ക് സഞ്ചരിക്കാനുള്ളത്. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുറുദ എഴുതി കഴിഞ്ഞപ്പോൾ പിൽക്കാലത്തു ജനിച്ച അഹ്മദ് ഷൗഖി, ഈജിപ്തിൻ്റെ ദേശീയ കവിയും ഈജിപ്തിൻ്റെ കുയിൽ എന്നറിയപ്പെടുന്ന മഹാൻ, ബുറുദയുടെ പാരഡിയായി ഒരു നഹ്ജുൽ ബുറുദ എഴുതി. ആ നഹ്ജുൽ ബുറുദയിൽ അദ്ദേഹം എഴുതി വെച്ച വരികൾ അൽമാദിഊന വ അർബാബുൽ ഹവാ തബഉൻ ലിസാഹിബിൽ ബുർദത്തിൽ ഫൈഹാഇദിൽ ഖദമി. അൽമാദിഊന വ അർബാബുൽ ഹവാ തബഉൻ, അനുരാഗത്തിൻ്റെയും പ്രകീർത്തനത്തിൻ്റെയും നബി ഭാഷ്യങ്ങളെ ഏറ്റെടുത്ത ആളുകൾ അവരെല്ലാവരും പിന്തുടരുകയാണ്, പിന്നിൽ സഞ്ചരിക്കുകയാണ്. ലിസാഹിബിൽ ബുർദത്തിൽ ഫൈഹാഇദിൽ ഖദമി. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ സഞ്ചാര വഴിയാണ് പിൽക്കാലത്ത് വന്ന അനുരാഗികൾ മുഴുവനും രാഗം വീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രകീർത്തന വരികളുടെ പിന്നിലാണ് അവരെല്ലാവരും സഞ്ചരിച്ചത്. മദീഹുഹു ഫീക ഹുബ്ബുൻ ഖാലിസുൻ വഹവാ വസാദിഖുൽ ഹുബ്ബി യുംലി സ്വാദിഖൽ കലിമീ. ബഹുമാനപ്പെട്ട അഹ്മദ് ഷൗഖി അവറുകൾ എഴുതുകയാണ്, മദീഹു ഫീക, ഓ മദീനയിൽ അന്ത്യ ആസ്ഥാന നഗരിയിൽ
സ്നേഹപാത്രങ്ങളായ ആളുകൾ ചെന്ന് സന്ധിച്ച രംഗങ്ങളെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എല്ലാവർക്കും മടങ്ങാനുള്ള വീട് മദീനയാണ്. ആ മദീനയിലേക്കാണ് നമ്മൾ പോകുന്നത്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഅഹ്മദ് ആസ്മാനോ മേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിൽ മുഹമ്മദാണ്. ഈ ലോകത്ത് പ്രസിദ്ധമായ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് മുഹമ്മദ് എന്ന പേരാണ്. എന്നാലോ ജമീൻ മേ ഓ മുഹമ്മദ് വഅഹ്മദ് ആസ്മാനോ മേ. വാനലോകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അഹ്മദ് എന്ന പേരാണ്. അഹദിലേക്ക് വിലയം തേടുന്ന അഹ്മദാണ്. മുഹിബ്ബീങ്ങളിലേക്ക് വിലാസമടയാളപ്പെടുത്തിയ മുഹമ്മദിൽ നിന്ന് അഹദിലേക്ക് വിലയം തേടുന്ന അഹ്മദീ നാമത്തിലാണ് വാനലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. മദീന രാജധാനി ഹേ, മദീന തലസ്ഥാനമാണ്, മദീന ആസ്ഥാന നഗരിയാണ്. ദോ ആലം പർ ഹുകൂമത്ത് ഹേ, മദീന തലസ്ഥാനമാണ്. ഇരുലോകത്തെയും അധികാരത്തിന്റെ തലസ്ഥാനം മദീനയാണ്. അതുകൊണ്ട് ഇരുലോക വിജയം ആഗ്രഹിക്കുന്നവരുടെ ആസ്ഥാന നഗരി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന പവിത്ര ഗേഹമാണ്. അവിടേക്കുള്ള ഈരടികൾ, അവിടേക്കുള്ള ചുവടുകൾ, അവിടേക്കുള്ള ഹൃദയ സഞ്ചാരങ്ങൾ, അതാണ് ഇപ്രാവശ്യം നമ്മുടെ പ്രമേയം. അപ്പോൾ മഹാനായ അഹ്മദ് ഷൗഖി എന്നവർ രേഖപ്പെടുത്തുകയാണ്, മദീഹുഹു ഫീക ഹുബ്ബുൻ ഖാലിസുൻ വഹവാ. അല്ലയോ പുണ്യനബിയേ, അവിടുത്തോടുള്ള മഹബ്ബ, അവിടുത്തോട് മഹാനായി ഇമാം ബൂസീരി തങ്ങൾ പ്രകീർത്തനം ചൊല്ലിയത് ഹുബ്ബുൻ ഖാലിസുൻ, അത് നിഷ്കളങ്കമായ പ്രേമത്തിൽ നിന്നാണ്. പിൽക്കാലത്ത് വന്ന അഹ്മദ് ഷൗഖി ഭാഷ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സാഹിത്യകാരനാണ്. അറബ് ലോകത്തെ അറിയപ്പെട്ട കവിയാണ്. ഈജിപ്തിന്റെ ദേശീയ കവി എന്ന് പറഞ്ഞാൽ അറേബ്യൻ സാഹിത്യത്തിന്റെ കേന്ദ്രത്തിലെ ആസ്ഥാന കവിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപക്ഷെ ഇമാം ബൂസീരി തങ്ങളെക്കാൾ വലിയ ഭാഷയുണ്ടാകാം. ആ ഭാഷ കൊണ്ടാണ് ഈരടി, അതിന് പാരഡി എഴുതാൻ, നഹ്ജുൽ ബുർദ എന്ന പേരിൽ കവിത എഴുതാൻ അഹ്മദ് ഷൗഖി ആരംഭിച്ചത്. പക്ഷേ എഴുതി 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 അവസാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ചില തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവാണ് പറയുന്നത് മദീഹുഹു ഫീക ഹുബ്ബുൻ ഖാലിസുൻ വഹവാ. അവിടുത്തെ കുറിച്ച് പ്രകീർത്തനം എഴുതിയ ഇമാം ബൂസീരിയുടെ അടിസ്ഥാന മൂല്യം നിഷ്കളങ്കമായ പ്രേമമാണ്. വസാദിഖുൽ ഹുബ്ബി യുംലി സാദിഖൽ കലിമി. ശരിയായ സ്നേഹത്തിൽ നിന്ന് പ്രഭവിക്കുന്ന വാക്കുകളാണ് ബുറുദയിലെ വാക്കുകൾ. സ്നേഹമാഴത്തിൽ പതിഞ്ഞപ്പോഴാണ് ബൂസീരി ഇമാമിന്റെ വാക്കുകൾക്ക് ഇത്ര ഊക്ക് കിട്ടിയത്, വരികൾക്ക് ഇത്ര സ്വീകാര്യതയുണ്ടായത്. അത് ഭാഷയുടെ കഴിവല്ല, ആഴത്തിലുള്ള അനുരാഗത്തിന്റെ പ്രതിസ്ഫുരണമാണ്, ആഴത്തിലുള്ള അടുപ്പത്തിന്റെ പ്രകാശനമാണ്. ഒരു സാഹിത്യത്തിന്റെ പ്രകാശനമല്ല, സ്നേഹത്തിന്റെ വിലാസമാണ് അവിടെ അടയാളപ്പെടുത്തിയത്. അൽഹംദുലില്ലാ, നമ്മുടെ ഇന്നത്തെ സദസ്സ് ആധികാരികമായി നമ്മുടെ സ്നേഹപ്രപഞ്ചം ഇന്ന് തുടങ്ങിത്തരാനുള്ളത് മദീനത്തുൽ മുനവ്വറയിൽ നിന്നുള്ള വിശിഷ്ട അതിഥി അശ്ശൈഖ് അസ്സയ്യിദ് ആദിൽ ജിഫ്രി ഹഫിളഹുല്ലാഹു വറആ മഹാനവറുകളാണ്.
മഹാനവറുകൾ ഈ വേദിയിലേക്ക് വരുന്നു. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. അപ്പോൾ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്, മദീഹുഹു ഫീക ഹുബ്ബുൻ ഖാലിസുൻ വഹവാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇമാം ബൂസീരി തങ്ങൾ പ്രകീർത്തനം എഴുതിയത് നിഷ്കളങ്കമായ മഹബ്ബത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ്. وصادق الحب يملي صادق الكلم. ആ സത്യസന്ധമായ മഹബ്ബത്ത് കൊണ്ടാണ് ആഴത്തിൽ പതിയുന്ന വരികൾ അടയാളപ്പെടുത്താൻ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിന് സാധിച്ചത്. എന്നിട്ട് അഹ്മദ് ഷൗഖി പറയുന്ന വരിയിലേക്കാണ് നിങ്ങളെ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അല്ലാഹു യഷ്ഹദു അന്നി ലാ ഉആരിളുഹു മൻ ലാ യുആരിളു സൗബൽ ആരിളിൽ അരിമീ. ഞാൻ ബൂസീരി ഇമാം തങ്ങളുടെ ബുറുദയ്ക്കൊരു പാരടി എഴുതി തുടങ്ങിയത് അല്ലാഹു യഷ്ഹദു, അല്ലാഹു സാക്ഷിയാണ്, അന്നീ ലാ ഉആരിളുഹു, ഞാൻ ബൂസീരി ഇമാമിനോട് മത്സരിക്കാൻ വന്നയാളല്ല. ചിലർ വിചാരിക്കും അഹ്മദ് ഷൗഖിയുടെ കാവ്യശേഷി കൊണ്ട് ഇമാം ബൂസീരിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പാരഡി എഴുതിയതാണെന്ന് വിചാരിക്കും. ഇല്ല ഇല്ല, അങ്ങനെ അല്ല ഞാൻ വന്നത്. അല്ലാഹു യഷ്ഹദു അന്നീ ലാ ഉആരിളുഹു, ഞാൻ ഇമാം ബൂസീരി തങ്ങളോട് മത്സരിക്കുകയല്ല എന്നതിന് അല്ലാഹു സാക്ഷിയാണ്. ഞാൻ കവിത എഴുതി വന്നപ്പോൾ ഇമാം ബൂസീരിയെ പോലെ ആകുന്നില്ല. അപ്പോൾ അല്ലയോ അഹ്മദ് ഷൗഖി, നിങ്ങൾ മത്സരത്തിൽ തോറ്റുപോയി എന്ന് നിങ്ങൾ പറയാൻ ഒരുങ്ങണ്ട. ഞാൻ മത്സരിക്കാൻ ഒരുങ്ങിയതല്ല. മൻ ലാ യുആരിളു സൗബൽ ആരിളിൽ അരിമീ, കുത്തിയൊഴിക്കുന്ന മഴയോട് മത്സരിക്കാൻ ആരാണ് വരിക? ആര് വന്നാലാണ് ജയിക്കാനാവുക? പ്രണയത്തിന്റെ പേമാരി പെയ്യിച്ച ബൂസീരി ഇമാമിനോട് മത്സരിക്കാൻ ആർക്കാണ് സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. ഇമാം ബൂസീരിയോട് മത്സരിക്കാൻ ഞാൻ ആളല്ല. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വഇന്നമാ അന ബഅദുൽ ഗാബിതീന വമൻ യഗ്ബിതു വലിയക ലാ യുസ്മം വലം യുലമീ. ഞാൻ ഇമാം ബൂസീരിയെ ഇഷ്ടം വെച്ച് ആ ശൈലിയിൽ കവിത എഴുതി അനുഗ്രഹം സ്വീകരിക്കാൻ വന്നതാണ്. എന്നിട്ട് മഹാനവറുകൾ പ്രയോഗിച്ച വരി വളരെ മനോഹരമായ വരികളാണ്, വളരെ മനോഹരമായ പ്രയോഗമാണ്. എന്താണ് മഹാനവറുകൾ പറയുന്നത്? വഇന്നമാ അന ബഅദുൽ ഗാബിതീന വമൻ യഗ്ബിതു വലിയക ലാ യുസ്മം വലം യുലമീ. അല്ലാഹുവിൻ്റെ ഔലിയാക്കളോട്
താല്പര്യം വെച്ച് പിന്തുടരുന്നവർ ഒരിക്കലും ആക്ഷേപിക്കപ്പെടുകയില്ല. അഥവാ അഹമ്മദ് ഷൗഖി പറയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ വലിയാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. സാഹിത്യ ലോകത്തോട്, അറബ് സാഹിത്യ പ്രപഞ്ചത്തോട് അറിയപ്പെട്ട കാവ്യ കോകിലം വിളിച്ചു പറയുന്നു, മൻ ലാ യുആരിളു സൗബൽ ആരിളിൽ അരിമി വഇന്നമാ അന ബഅദുൽ ഗാബിതീന വമൻ യഗ്ബിതു വലിയക ലാ യുസ്മം വലം യുലമി. അല്ലാഹുവേ, നിന്റെ വലിയനോട്, നീ പ്രിയപ്പെട്ട ആളോട് താല്പര്യം വെച്ച് പിന്നാലെ കൂടിയാൽ പിന്നെയോ ഒരിക്കലും അതിലൊരു ന്യൂനതയും വരാനില്ല, അതിലൊരു കുറവും വരാനില്ല. എന്നിട്ട് അഹമ്മദ് ഷൗഖി എഴുതുകയാണ്, ലസിംതു ബാബ അമീരിൽ അംബിയാഇ വമൻ യുംസിക് ബിമിഫ്താഹി ബില്ലാഹി യഗ്തനിമി. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ സാരം എന്താണ് എന്ന് പറയാണ്. എന്തിനാണ് നമ്മൾ വർഷാവർഷം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്? എന്തിനാണ് നമ്മൾ ഈ പ്രകീർത്തനത്തിന്റെ പ്രപഞ്ചമൊരുക്കുന്നത്? എന്തിനാണ് തിരുനബി പ്രഘോഷണത്തിന്റെ പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്? എന്തിനാണ് രാവിനെ പകലാക്കി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്? അമീറുശ്ശുറാ, കവികളുടെ രാജാവ് പറയാണ്, ലസിംതു ബാബ അമീരിൽ അംബിയാഇ, അംബിയാക്കന്മാരുടെ രാജാവായ ചക്രവർത്തിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവാതിൽക്കൽ ഞാൻ നിൽക്കുകയാണ്. നിരന്തരമായി ഞാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് മർഹ ചർഹേ നുബുവത്ത് പെറോഷൻ ദുറൂദ്. ബറേലിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമാമെ അഹ്മദ് റിളാ ഖാൻ ഫാളിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി സലാമെ റസ എന്ന വിശ്വപ്രസിദ്ധമായ കവിതയുടെ പ്രാരംഭത്തിൽ പറയുകയാണ്, അമ്പിയാക്കന്മാരുടെ ലോകത്തെ നേതാവിന് റോഷൻ ദുറൂദ്, പ്രകാശിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ അമ്പിയാക്കന്മാരുടെ ആകാശത്തിലെ സൂര്യനാണ്. ആ സൂര്യന് ഞാൻ പ്രകാശപൂർണമായ സ്വലാത്തുകൾ സമർപ്പിക്കുകയാണ്. ഗുലേ ബാഗേ റിസാലത്ത് പേ ലാഖോ സലാം. റിസാലത്തിന്റെ ഉദ്യാനത്തിലെ വർണ്ണ പുഷ്പമേ ലക്ഷം സലാം. റിസാലത്തിന്റെ ഉദ്യാനത്തിലെ വർണ്ണ പുഷ്പമേ ലക്ഷം സലാം. ഇതൊന്നും ഭാഷ കൊണ്ട് എഴുതാൻ പറ്റുന്ന കവിതയല്ല. ഇതൊന്നും വാക്കുകൾ അറിയുന്നത് കൊണ്ട് കോർക്കാൻ പറ്റുന്ന മാലയല്ല. ഇതൊന്നും കുറെ വാചക കസർത്തുകൾ കൊണ്ട് ചേർത്തു വെക്കാവുന്ന മാല്യങ്ങളല്ല. ഉള്ളിന്റെ ഉള്ളിൽ പതയ്ക്കുന്ന പ്രണയത്തെ ഏതെങ്കിലും വഴിയിലൂടെ പ്രകാശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉറുദുവിലും പേർഷ്യനിലും ലോകത്തെ മുഴുവനും ആശ്ചര്യപ്പെടുത്തുന്ന കവിത എഴുതിയ മഹാനാണ് ഇമാം അഹ്മദ് റിളാ ഖാൻ ഫാളിലെ ബറേൽവി റളിയല്ലാഹു അൻഹു. ഇതുപോലെ ഒരാളെ ലോക ചരിത്രത്തിൽ കാണാൻ പറ്റൂല. അഹ്മദ് റിളാ ഖാൻ തങ്ങളെപ്പോലെ ഒരാളെ ലോക ചരിത്രത്തിൽ കാണാൻ കഴിയണില്ല. എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? എല്ലാ ദിവസവും കോടിക്കണക്കിന് ആളുകൾ പ്രകീർത്തനം ചൊല്ലുന്ന കവിതയുടെ ഉടമ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന് പോലും അങ്ങനെ ഒരു നിയോഗം ഉണ്ടായിട്ടില്ല. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന് പോലും അങ്ങനെ ഒരു നിയോഗം ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ 20 കോടി മുസ്ലിങ്ങൾ, അതിൽ നിന്ന് എല്ലാം മാറ്റിക്കുറുക്കി കുറച്ചെടുത്താൽ പോലും 5 കോടി ജനങ്ങളെങ്കിലും നിത്യം ചൊല്ലുന്നു മുസ്തഫ ജാൻ റഹ്മത്ത് പെലാക്കോ സലാം.
വേറെ ആരുടെ കവിത, ഏത് ഭാഷയിൽ, ഏതു മതത്തിൽ, ഏത് ആദർശത്തിൽ ഇതുപോലെ ഒരു പ്രണയകാവ്യം ചൊല്ലുന്നു? ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഏകദേശം 15 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കണം ഫിജി ഐലൻഡിൽ എത്താൻ. അവിടെയുള്ള ജനങ്ങളും നിത്യേന ചൊല്ലുന്നു മുസ്തഫ ജാൻ റഹ്മത്ത് പെലാക്കോ സലാം. ന്യൂസിലൻഡിൽ, ഓസ്ട്രേലിയയിൽ, കാനഡയിൽ, മെൽബണിൽ, ബ്രിസ്ബണിൽ, ജർമ്മനിയിൽ, ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട് ഉറുദു ഭാഷ സംസാരിക്കുന്ന മുസ്ലിമീങ്ങൾ. അവരുടെ നിത്യേനയുള്ള പാരായണത്തിന്റെ ഒരു ഭാഗമാണ് മുസ്തഫ ജാൻ റഹ്മത്ത് പെലാക്കോ സലാം. UAE-യിലും UK-യിലും US-ലും എല്ലായിടത്തുമുണ്ട്. ഇങ്ങനെ ഒരു ഭാഗ്യം ഒരു മനുഷ്യൻ എങ്ങനെ കിട്ടി? എത്ര ആലോചിച്ചാലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണത്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ബറേലി ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമാമെ അഹ്ലുസുന്ന ഫാളിലെ ബറേൽവി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഈ ഒരു ഭാഗ്യം ലോകത്ത് വേറെ ഒരാൾക്കും നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ അത്രയേറെ യാത്ര ചെയ്ത ആളൊന്നുമല്ല. 2 or 3 പ്രാവശ്യം ഹജ്ജിന് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ സ്ഥലത്തെ യാത്ര ചെയ്തിട്ടുള്ളൂ. കാരണം ഹനഫി മദ്ഹബിൽ നിസ്കാരത്തിന്റെ ജംഅ ഇല്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ ദീർഘദൂര യാത്ര ചെയ്യുമായിരുന്നില്ല. മഹാനവറുകളുടെ ചരിത്രം അങ്ങനെയാണ്. 1000-ലേറെ രചനകൾ നടത്തിയ മഹാനവറുകൾ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന് ശേഷം ഏറ്റവും കൂടുതൽ രചന നിർവഹിച്ച മഹാനാണ്. ആ മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ ഫാളിലെ ബറേൽവി റളിയല്ലാഹു അൻഹു പറയാണ്, ഗുലേ ബാഗേ റിസാലത്ത് പേ ലാഖോ സലാം. പ്രവാചകത്വത്തിന്റെ റിസാലത്തിന്റെ ഉദ്യാനത്തിലെ വർണ്ണ പുഷ്പമേ, ലക്ഷം സലാം. അതാണ് മഹാനായ അമീറുശ്ശുഅറാ അഹ്മദ് ശൗഖി പറയുന്നത്, ലസിംതു ബാബ അമീരിൽ അംബിയാഇ വമൻ യുംസിക് ബിമിഫ്താഹി ബില്ലാഹി യഗ്തനിമി. അമീറുൽ അംബിയായ, അംബിയാക്കളുടെ രാജാവായ പുണ്യനിബിതങ്ങളുടെ ഉമ്മറത്ത് ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ കവാടത്തിന്റെ താക്കോല് കയ്യിൽ പിടിച്ചവർ അനുഗ്രഹങ്ങളുടെ നിധികളെ അവർ ആവഹിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ ലോകത്തെ അവർ സ്വീകരിക്കുന്നതാണ്. ഇന്നലെയും ഇന്നുമായി ഒരുപാട് ആളുകൾ വിളിക്കുന്നു, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നു, സ്നേഹപ്രപഞ്ചം തുടങ്ങുകയല്ലേ, ഞങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന്. ഞങ്ങളതിൻ്റെ നിരന്തരം ശ്രോതാക്കളാണെന്ന്. വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന്, വിവിധ കോണുകളിൽ ഇരുന്ന് നിരന്തരമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അനുരാഗികൾ, ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ അംഗങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ടാണ് അവർ ഈ സ്നേഹപ്രപഞ്ചത്തോട് സ്നേഹം വെക്കുന്നത്. അവരോട് പറയട്ടെ, വമൻ യുംസിക് ബിമിഫ്താഹി ബാബില്ലാഹി യഗ്തനിമി. ആരെങ്കിലും അല്ലാഹുവിന്റെ കവാടത്തിന്റെ താക്കോല് കയ്യിൽ ലഭിച്ചാൽ യഗ്തനിമി, അവർക്ക് അനുഗ്രഹത്തിന്റെ വർഷങ്ങളെ സ്വാംശീകരിക്കാനാവും.
അല്പം കൂടി പറഞ്ഞ് ബഹുമാനപ്പെട്ട അതിഥി അവറുകളുടെ ദുആയിലേക്കും മറ്റും നമ്മൾ കടക്കും. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇതൊരു പ്രാരംഭം ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് بعد قليل بإذن الله تعالى نحن نتوجه إليكم للدعاء والمحاضرات والكلام بإذن الله تعالى إن شاء الله. فكل فضل وإحسان وعارفة ما بين مستلم منه وملتزم. അമീർ ഉശ്ശുറാ അഹ്മദ് ഷൗഖി പറയാണ്, ഫകുല്ലു ഫളലിൻ വഇഹ്സാനിൻ, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ മഹത്വങ്ങളുമുള്ളത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആർജിക്കുന്നതോ അവിടുന്ന് നമുക്ക് സമ്മാനിക്കുന്നതോ ആണ്. ഈ ലോകത്ത് എന്തെല്ലാം അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മാത്രം ലഭിച്ചതാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രയോഗത്തിന്റെ വിശാലമായ തലങ്ങളിലേക്ക് നമ്മൾ പോകും. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞതല്ല. ഈ ലോകത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടത്തിന്റെ താക്കോൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് ലോകത്തിന് ലഭിച്ചിട്ടുള്ളത്. ഫകുല്ലു ഫളലിൻ വഇഹ്സാനിൻ വആരിഫതി മാ ബൈന മുസ്തലിമിൻ മിൻഹു വമുൽതസിമി. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തേടി വാങ്ങി, അല്ലെങ്കിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹ വർഷം കൊണ്ട് ലഭിച്ചു. ഇതല്ലാത്തതൊന്നും ഇവിടെയില്ല. അതുകൊണ്ട് മഹാനവറുകൾ പറയാണ്, അല്ലഖ്തു മിൻ മദ്ഹി ഹബ്ലൻ ഉഅസ്സു ബിഹി ഫീ യൗമി ലാ ഇസ്സ ബിൽ അൻസാബി വൽ ലുഹമി. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോണ എന്താണെന്നറിയോ? അല്ലഖ്തു മിൻ മദ്ഹി ഹബ്ലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു കയറ് കൊളുത്തി വെക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക്. അവിടുന്ന് ഒരു കയറ് ചേർത്ത് കെട്ടുകയാണ്. എന്തിനാണ്? ഉഅസ്സു ബിഹി ഫീ യൗമിൽ ലാ ഇസ്സ ബിൽ അൻസാബി വൽ ലുഹമി. രക്തബന്ധവും കുടുംബബന്ധവും പ്രസക്തമല്ലാത്ത പരലോകത്തെ പ്രതാപം ലഭിക്കണമെങ്കിൽ മദീനയിലേക്കുള്ള ഒരു കയറ് വേണം, മദീനയിലേക്കുള്ള ഒരു പിടിവള്ളി വേണം, മദീനയിൽ നിന്നുള്ള ഒരു പാശം വേണം. അതിനുവേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട അഹ്മദ് ഷൗഖി വളരെ മനോഹരമായി എഴുതുകയാണ്. ബുറുദയ്ക്ക് പാരഡി എഴുതിയപ്പോൾ ബുറുദയ്ക്ക് സേവനം ചെയ്ത മഹാൻ, ആ മഹാനവറുകൾ പറയുന്നത് നമുക്ക് നാളെ രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള ഒരു ബന്ധം. അത് ഞാൻ ഇതുവഴി ശരിയാക്കി വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാനുള്ളത്, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. എവിടുന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് നോക്കുമ്പോ യാ അക്രമൽ ഖൽഖ്, ആദ്യം വിചാരിച്ചു അക്രമുൽ ഖൽഖ് പറഞ്ഞു തുടങ്ങാന്ന്. അപ്പോഴാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഗ്രന്ഥം, 288 പേജുള്ള ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ പേര് നിദായെ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്ന വിളി. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാനുള്ളത് യാ അക്രമൽ ഖൽഖി അല്ല, യാ എന്ന ഒരൊറ്റ വിളിയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് വിളിച്ചവർക്ക് എന്ത് കിട്ടി? എങ്ങനെ വിളിച്ചു? എങ്ങോട്ട് വിളിച്ചു? അവരുടെ ഭാഷ്യവും ഭാവവും എന്തായിരുന്നു? ഇതെല്ലാമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ ആദരണീയരായ ശ്രോതാക്കളോട് ഇനി വരുന്ന ഒരാഴ്ച
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ വേദിയാണ്. അറബിയും മലയാളവും മിശ്രമായ ഒരു മൗലിദിന്റെ വേദിയാണിത്. ആശയം കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു മൗലിദിന്റെ വേദി. ഇതൊരു പ്രഭാഷണത്തിന്റെ വേദിയല്ല, വിജ്ഞാന വിതരണത്തിന്റെ വേദിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലിക്കൊണ്ട് മദീനയിലേക്കൊരു കണക്ഷൻ ഉണ്ടാക്കാനുള്ള വേദിയാണ്. അല്ലഖതു മിൻ മദ്ഹിഹി. അഹ്മദ് ഷൗഖി എന്നവരെ അനുകരിച്ചുകൊണ്ട് നമുക്കും ചൊല്ലാം അല്ലഖതു മിൻ മദ്ഹിഹി ഹബലൻ ഉഅസ്സു ബിഹി ഫീ യൗമി ലാ ഇസ്സ ബിൽ അൻസാബി വല്ലുഹമി. രക്തബന്ധവും കുടുംബബന്ധവും പറഞ്ഞിട്ടു കാര്യമില്ലാത്ത പരലോകത്ത് ചെല്ലുമ്പോ പിടിക്കാനുള്ള ഒരു കയറാണ് ഈ പ്രകീർത്തനത്തിന്റെ വേദി. ഈ അനുരാഗത്തിന്റെ മാല്യങ്ങൾ പാടിപ്പറയുന്ന സദസ്സ്. അതുകൊണ്ട് മദീനയിലേക്ക് നമ്മൾ കൽബുകൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട് നമ്മുടെ മുഴുവനും മദീനയുടെ വഴിയിലേക്ക് തിരിച്ചു വെക്കുകയാണ്. പല പ്രാവശ്യവും ഈ നഗരിയിൽ നിങ്ങളോട് ചൊല്ലിയ ഒരു വരി ചെല്ലാതെ നിർവാഹമില്ല. ഹുസ്റവി അച്ചീലഗീന പൈറവി അച്ചീലഗീ ഹം ഫഖീറോं को മദീനെ की गली अच्छी लगी. കഴിഞ്ഞ ദിവസം മുംബൈയിലെ ഒരു സദസ്സിൽ ഈ വരി ചൊല്ലിയപ്പോൾ അവിടെയുള്ള മുഹിബ്ബീങ്ങൾ തുള്ളിച്ചാടുകയാണ്. കാരണം അതിൻ്റെ ആഴമറിയുമ്പം അങ്ങനെയാണ്, അതിൻ്റെ അർത്ഥമറിയുമ്പം അങ്ങനെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് ഹുസ്റവി അച്ചീ ലഗീന പൈറവി അച്ചീ ലഗീ ഹം ഫഖീറോं को മദീനെ കീ ഗലി അച്ചീ ലഗീ. ഞങ്ങൾക്ക് വേണ്ടത് സ്ഥാനമാനങ്ങളല്ല, പദവികളല്ല, ലോകത്തെ അംഗീകാരങ്ങളല്ല, സ്വീകാര്യതകളല്ല. മദീനയിലെ ഒരിടമാണ്. ആ മദീനയിലേക്ക് വിളിച്ചു ചെല്ലാനുള്ള ഒരു വിളിയാണ് യാ അക്രമൽ ഖൽഖി. ഞങ്ങൾ മദീനയിലേക്ക് വരികയാണ്. സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. സ്വലാത്ത് കുറച്ചും കൂടി റാഹത്തിൽ വരണം അല്ലേ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, മടക്കം മദീനയിലേക്കെന്നുള്ള ഈ വർഷത്തെ പരമ്പര തുടങ്ങാൻ മദീനയിൽ നിന്ന് തന്നെയുള്ള ഒരു വിശിഷ്ട അതിഥി വന്നത് നമുക്കുള്ള വലിയ ഒരു സന്തോഷമാണ്, അഭിമാനമാണ്, ആശീർവാദമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ മഹത്തായ സദസ്സിൻ്റെ അനുഗ്രഹം നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി തരുമാറാകട്ടെ. ഈ വേദിയിൽ വെച്ച് ദുആ ചെയ്യാൻ ആഗ്രഹിച്ചു പറഞ്ഞ ഒരുപാട് ആളുകൾ, ആരുടെയും പേരെടുത്തു പറയുന്നില്ല. പലരെയും ഓർമ്മയുണ്ട്, ചിലരെ ഓർമ്മയില്ല. പറഞ്ഞവർ, പറയാത്തവർ. ഈ സദസ്സിൽ നിന്ന് ദുആ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ മഹബ്ബത്തിന്റെ മധു നീ നൽകണേ അല്ലാ, അനുരാഗത്തിന്റെ ആത്മാവ് നൽകണേ അല്ലാ. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സദസ്സിൽ ഇരുന്നവരിൽ നിന്ന് തൊട്ടുചാരയുള്ള ഖബർസ്ഥാനിലും മറ്റു ഖബറിടങ്ങളിലും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ത്രീ പുരുഷന്മാർ, പ്രായമുള്ളവർ അല്ലാത്തവർ ആരെല്ലാം ഉണ്ടെങ്കിലും അവരുടെ എല്ലാം ഖബറിലേക്ക് ഈ പ്രകാശിക്കുന്ന മജ്ലിസ് കാണിച്ച് സന്തോഷം നൽകണം അല്ലാ. ഇതിൻ്റെ ആനന്ദം അവർക്ക് തുടർന്നും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകിയാൽ നാളെ നമുക്ക് യാ അക്രമൽ ഖൽഖിയിലേക്ക് കടക്കാം. ഇന്ന് ബഹുമാനപ്പെട്ട അതിഥിയോടൊപ്പമുള്ള പരിപാടിയിലേക്ക് നമ്മൾ കടക്കുന്നു. അൽഹംദുലില്ലാ, ഖദ് തശറഫ ഇലൈന അശ്ശൈഖുൽ ഫാദിൽ അൽ ഉസ്താദ് അശ്ശൈഖ് മുഹമ്മദ് ആദിൽ അൽ ജിഫ്രി മിനൽ മദീനത്തിൽ മുനവ്വറ മദ്ദല്ലാഹു ദില്ലഹു
وأطال الله بقاءه وجعلنا الله وإياه من المحبين الصادقين. الحمد لله. نحن فرحنا بقدومكم ونحن فرحنا بأنكم من المدينة المنورة وعلى صاحبها الصلاة والتسليم. والسلام عليكم ورحمة الله وبركاته.